ജ്ഞാനികളിൽ ജ്ഞാനി ആയിട്ടുള്ള ശലോമോൻ രാജാവിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൽ 1000 ഭാര്യമാരുണ്ടായിരുന്നു. ഈ 1000 ഭാര്യമാർ ഉണങ്ങി വാടി ശുഷ്കിച്ച് ഇരിക്കുകയായിരുന്നില്ല. ശലോമോൻ രാജാവ് അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും കൊടുത്ത് അതിൻ്റെ കൊട്ടാരത്തിൻ്റെ പ്രൗഢി വർദ്ധിപ്പിക്കുകയായിരുന്നു. ഏറ്റവും മുന്തിയനം ഭക്ഷണം, ഏറ്റവും മുന്തിയനം ചികിത്സ, ഏറ്റവും മുന്തിയനം ജീവിതം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശലോമോൻ രാജാവിനുണ്ടായിരുന്നു. ശലോമോൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ യുദ്ധം കൊണ്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രകാരന്മാർ പറയുന്നത്. സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് പ്രസിദ്ധമായിട്ടുള്ള ജെറൂസലേം ദേവാലയം പണിഞ്ഞിട്ടുള്ളത്. അന്നത്തെ സമയത്ത് 1,00,000 കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടാണ് ജെറൂസലേം ദേവാലയം പണിഞ്ഞിട്ടുള്ളത്. ഏറ്റവും മുന്തിയനം ആനക്കൊമ്പുകൾ, സ്വർണം, മാർബിള്, തടി ഒക്കെ കൊണ്ടിട്ടാണ് ജെറൂസലേം ദേവാലയം പണിഞ്ഞിട്ടുള്ളത്. അത് വളരെ അസൂയാവഹമായിട്ടുള്ള ഒരു ദേവാലയമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രാജാക്കന്മാർക്ക് എപ്പോഴും എത്ര ഭാര്യമാരെ വേണമെങ്കിൽ സ്വീകരിക്കാം. കാരണം അവരാ രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്നതാണ്. അത് ഇസ്രായേൽ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ രാജാക്കന്മാരും അപ്രകാരമായിരുന്നു. അവർക്ക് ഒരുപാട് ഭാര്യമാർ ഉണ്ടായിരുന്നു. എല്ലാവിധ സൗഭാഗ്യങ്ങളും ആ രാജ്യത്ത് അനുഭവിച്ചുകൊണ്ടിരുന്നത് രാജാക്കന്മാരായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലും പണക്കാർ, പ്രമാണിമാർ, രാഷ്ട്രീയക്കാർ, സിനിമാ താരങ്ങൾ, അങ്ങനെ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകൾക്കൊക്കെയും പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, പല ഭാര്യമാരും ഉണ്ട്. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അതിനെയൊന്നും കുറ്റപ്പെടുത്താത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ സമൂഹത്തിലെ വലിയവരാണ്. നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാരായിരിക്കും. സാധാരണക്കാരെ ക്രൂശിക്കാൻ മാത്രമാണ് എല്ലാവരും എഴുന്നേക്കാറുള്ളത്. എല്ലാ മതനേതാക്കന്മാരും സാധാരണക്കാരുടെ മെക്കത്തിട്ടാണ് കയറുന്നത്. പണക്കാരുടെയും പൗരപ്രമാണിമാരുടെയും മെക്കത്തിട്ടൊന്നും ആരും കയറാറില്ല. അപ്പോൾ ഈ ഒരു വിവേചനം എക്കാലത്തും മനുഷ്യൻ മരിക്കുന്നവരെയും ഈ ലോകത്തിലുണ്ടാവും. മാനവനാഗരികത ലോകത്തിലുള്ളിടത്തോളം സമയം ഇതുണ്ടാവും. കാരണം എല്ലാ നിയമങ്ങളും എല്ലാ ചട്ടങ്ങളും സാധാരണക്കാരും അവരുടെ മക്കൾക്ക് വേണ്ടി മാത്രമാണ്. പണക്കാരും പൗരപ്രമാണിമാരും കുലീന കുടുംബത്തിൽ ജനിക്കുന്നവരൊക്കെ എത്ര വലിയ തെറ്റ് ചെയ്താലും, എത്ര ഭാര്യമാരെ അവർ സ്വീകരിച്ചാലും, അവർ വിചാരം ചെയ്താലും, അസാൻമാർഗീയ ജീവിതം ജീവിച്ചാലും അതൊന്നും ഒരു തെറ്റല്ല. ഇതുതന്നെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നത്. അവർ ജീവിതം അങ്ങ് എൻജോയ് ചെയ്യുമായിരുന്നു. അവർ പെണ്ണ് പിടിക്കുകയായിരുന്നു. അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അവർ അനുഭവിക്കുകയായിരുന്നു. ഇത് സമൂഹം ചില പ്രത്യേക ആളുകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യമാണ്.